നിങ്ങളൊരാൾ അത്രയും ഇമോഷണലി ഹേർട്ട് ചെയ്തിട്ടുണ്ടോ? ആ ആളെ കാണുന്ന സമയത്ത് തന്നെ നമ്മുടെ ബോഡി ആകെ ടൈറ്റ് ആവുന്ന പോലെ. ഹാർട്ട് ബീറ്റ് കൂടും, ത്രോട്ട് ബ്ലോക്ക് ആവും. മൈൻഡിൽ ആ പഴയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും വരും. അവർക്ക് ക്ഷമിച്ചു കൊടുക്കണം എന്നൊക്കെ അറിയാം, പക്ഷെ പറ്റുന്നില്ല. ഗ്രാറ്റിറ്റ്യൂഡ് എഴുതണമെന്നറിയാം, പക്ഷെ പെന്നെടുക്കുമ്പോൾ തന്നെ ഉള്ളിൽ നിന്നൊരു റെസിസ്റ്റൻസ്. ഇതിനേക്കാൾ വലിയ പ്രശ്നം എന്താ അറിയോ? ആ ആളെ നമുക്ക് അവോയ്ഡ് ചെയ്യാനും പറ്റുന്നില്ല. ഒരുപക്ഷെ അത് ഫാമിലി മെമ്പർ ആയിരിക്കാം, ചിലപ്പോൾ ഹസ്ബൻഡ് ആയിരിക്കാം, ഇൻലോസ് ആയിരിക്കാം, റിലേറ്റീവ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ വർക്ക് പ്ലേസിലുള്ള ആരെങ്കിലും ആയിരിക്കാം. അപ്പം നമ്മൾ എന്താ ചെയ്യുക? ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾക്കിപ്പോൾ അവർക്ക് ക്ഷമിച്ചു കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അവരുടെ പേരിൽ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ, അതിൻ്റെ അർത്ഥം നിങ്ങൾ മോശമാണ്, നിങ്ങൾ തെറ്റായ രീതിയിൽ ചിന്തിക്കുന്ന ഒരാളാണെന്നല്ല. നിങ്ങളുടെ ബോഡി ഇപ്പോഴും ആ ഹേർട്ട് പ്രോസസ്സ് ചെയ്യുകയാണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. പലപ്പോഴും നമ്മൾ സ്പിരിച്വാലിറ്റി, ഹീലിംഗ്, പേഴ്സണൽ ഗ്രോത്ത് ഇതൊക്കെ മനസ്സിലാക്കി വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് പറയും, ഫോർഗീവ്നെസ് വേണം, ഫോർഗീവ് ചെയ്ത് കൊടുക്കണം, ക്ഷമിച്ചു കൊടുക്കണം, ഗ്രാറ്റിറ്റ്യൂഡ് എഴുതണം, പോസിറ്റീവായിരിക്കണം, നമ്മൾ ലെറ്റ് ഗോ ചെയ്യാൻ പഠിക്കണം. ഇതൊക്കെ കറക്റ്റാണ്. പക്ഷേ ടൈമിങ് കറക്റ്റ് അല്ലെങ്കിൽ അതിൽ ഹീലിംഗ് ഇല്ല. പകരം നമ്മൾ ചെയ്യുന്നത് ആ ഇമോഷൻസ് സപ്രസ് ചെയ്യലായിരിക്കും. കാരണം നമുക്കുണ്ടായ ഹേർട്ട്, ദേഷ്യം, പേടി, ബിട്രയൽ ഇതൊക്കെ മൈൻഡിലുള്ളത് മാത്രമല്ല, അത് നമ്മുടെ ബോഡിയിലും സ്റ്റോർ ആവുന്നുണ്ട്. അതുകൊണ്ടാണ് ചില ആൾക്കാരെ കാണുന്ന സമയത്ത് നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക്കലി ടെൻസ്ഡ് ആവുന്നത്. അവരുടെ വോയിസ് കേൾക്കുമ്പോൾ ഇറിറ്റേഷൻ ആവുന്നത്, അവരുടെ മെസ്സേജ് കണ്ടു കഴിഞ്ഞാൽ ആങ്സൈറ്റി വരുന്നത്, അവർ റൂമിലേക്ക് വരുമ്പോൾ നമ്മുടെ ബ്രെത്ത് റേറ്റ് മാറുന്നത്. ഇത് ഡ്രാമ അല്ല, ഇത് ഓവർ റിയാക്ഷൻ അല്ല. അവിടെ നിങ്ങൾക്കുള്ളൊരു പെയിൻ ഓർമ്മ വരുന്നുണ്ട് എന്നുള്ളത് ബോഡി സിഗ്നൽ ചെയ്യുന്നതാണത്. ഇവിടെ നമ്മളെന്താ ചെയ്യുന്നത്? നമ്മൾ നമ്മളെ തന്നെ ഫോഴ്സ് ചെയ്യും. എനിക്കിങ്ങനെ ക്ഷമിച്ചു കൊടുക്കാൻ പറ്റാതിരിക്കുന്നത് ശരിയല്ല. ഞാൻ നല്ലൊരാളാണെങ്കിൽ ക്ഷമിച്ചു കൊടുക്കേണ്ടതാണ്. ഞാൻ സ്പിരിച്വൽ ആണെങ്കിൽ എനിക്കിങ്ങനെ ദേഷ്യം വരാൻ പാടില്ല. ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതണം ആ ഒരു സിറ്റുവേഷൻ ആലോചിച്ച്. പക്ഷേ അങ്ങനെ നമ്മൾ ഹേർട്ടിൻ്റെ മേലെ എന്ത് ചെയ്യും? ഗിൽട്ട് കൂടി ആഡ് ചെയ്യും. ഓൾറെഡി നമുക്കവിടെ പെയിൻ ഉണ്ട്. അതിൻ്റെ മേലെ നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ ഷെയിം ചെയ്യുന്നുണ്ട്. അതിൻ്റെ മേലെ നമ്മൾ സെൽഫ് ജഡ്ജ് ചെയ്യുകയും ചെയ്യാണ്. അവിടെ ഹീലിംഗ് ഒന്നുകൂടി സ്ലോ ആവുകയാണ് ചെയ്യുന്നത്. ഇമാജിൻ ചെയ്യുക, നിങ്ങളുടെ കയ്യിലൊരു മുറിവുണ്ട്. ഇപ്പോൾ പറ്റിയ മുറിവാണ്. അതിന്ന് ബ്ലഡ് വരുന്നുണ്ട്, പെയിൻ ഉണ്ട്. ആ മുറിവിൻ്റെ പ്ലാസ്റ്റർ ഇടുന്നതിന് മുമ്പ് നമ്മൾ ക്ലീൻ ചെയ്യണം, അതൊന്ന് ഹീലാവാനുള്ള സമയം കൊടുക്കണം. പക്ഷെ നമ്മളെന്താ പകരം ചെയ്യുന്നത്? ഇല്ല, അങ്ങനൊരു മുറിവ് എൻ്റെ കയ്യിലേ ഇല്ല, എല്ലാം ഓക്കെയാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കുക ചെയ്യണത്. അവിടെ ഇൻഫെക്ഷൻ കൂടുക ചെയ്യുക. അതേപോലെ നമ്മുടെ ഉള്ളിൽ സംഭവിച്ചൊരു ഹേർട്ട്, അത് നമ്മൾ ഫോർഗീവ് ചെയ്യാതെ അല്ലെങ്കിൽ ക്ഷമിച്ചു കൊടുക്കാൻ നമ്മൾ ഫോഴ്സ് ചെയ്യുമ്പം പുറത്ത് നമ്മൾ ചിരിച്ചുകൊണ്ട് നടക്കും, പക്ഷേ ഉള്ളിൽ നമുക്ക് ഭയങ്കര പ്രയാസം ഉണ്ടാവും. പല മദേഴ്സും സെഷൻസിൽ പറയുന്നുണ്ട്, ഞാൻ ക്ഷമിച്ചു കൊടുക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നെക്കൊണ്ട് പറ്റുന്നില്ല. അവരെ കാണുന്ന സമയത്ത് തന്നെ എൻ്റെ ബോഡി ആകെ ഷിവറിങ് ആവുന്നുണ്ട്. എന്നോട് ചെയ്തതൊന്നും എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. എൻ്റെ ഫാമിലിയിലുള്ള ആൾ തന്നെയാണ്, അതുകൊണ്ട് എനിക്ക് അവോയ്ഡ് ചെയ്യാനും പറ്റുന്നില്ല. ഞാൻ അവരോട് പറയുന്നൊരു മെയിൻ കാര്യമാണ്, നിങ്ങളിപ്പം ക്ഷമിച്ചു കൊടുക്കാൻ വേണ്ടി റഷ് ചെയ്യണ്ട. നിങ്ങളിപ്പം ചെയ്യേണ്ടത്, നിങ്ങൾക്ക് പെയിൻ ഉണ്ട് എന്നുള്ളത് ആദ്യം അക്സെപ്റ്റ് ചെയ്യലാണ്. കാരണം ക്ഷമിച്ചു കൊടുക്കുക എന്നുള്ളത് എപ്പോഴും ഡെസ്റ്റിനേഷനാണ്. പക്ഷേ നമ്മുടെ ഇമോഷൻസ് പ്രോസസ്സ് ചെയ്യുക എന്ന് പറയുന്നത് ആ ഡെസ്റ്റിനേഷനിലേക്കുള്ള റോഡാണ്. നമ്മൾ ഈ റോഡ് സ്കിപ്പ് ചെയ്തിട്ട് ഒരിക്കലും നമുക്ക് ആ ഡെസ്റ്റിനേഷനിൽ എത്താൻ പറ്റില്ല. ചില പെയിന് നമുക്ക് 24 മണിക്കൂർ കൊണ്ട് ഫോർഗീവ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടാവും. ചിലതൊരാഴ്ച എടുക്കും, ചിലതൊരു മാസം വേണ്ടി വരും, ചിലതൊരു കൊല്ലം വേണ്ടി വരും. എനിക്കിപ്പോൾ എന്തെങ്കിലും ഒരു പെയിൻ വന്നിട്ടുണ്ടെങ്കിൽ, ഒരു ഹേർട്ട്ഫുൾ ഇൻസിഡൻറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു 24 മണിക്കൂർ കൊണ്ട് തന്നെ എനിക്ക് ആ ഹേറ്റ്രഡ് മാറി ഡിസ്ലൈക്കിലേക്കും, ആ ഡിസ്ലൈക്ക് ഒരു ന്യൂട്രാലിറ്റിയിലേക്കൊക്കെ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. പക്ഷേ എല്ലാ സമയത്തും അങ്ങനെ ആയിരിക്കണം എന്നില്ല. എനിക്ക് ഒരു സമയത്ത് എൻ്റെ ഹേർട്ട് പ്രോസസ്സ് ചെയ്യാൻ ആഴ്ചകളോളം വേണ്ടി വന്നിട്ടുണ്ട്. ചില ഹേർട്ട് മാസങ്ങളോളം, ചില ഹേർട്ട് കൊല്ലങ്ങളോളം വേണ്ടി വന്നിട്ടുണ്ട് അത് പ്രോസസ്സ് ചെയ്യാൻ. സോ നിങ്ങൾക്കിപ്പോൾ പെട്ടെന്ന് തന്നെ ക്ഷമിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിൽ എന്തോ തെറ്റുണ്ട് എന്നല്ല അതിൻ്റെ അർത്ഥം. നിങ്ങൾ ഹീലിംഗ് ജേർണിയിലാണെന്നാണ് അത് മീൻ ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റ്, നിങ്ങൾ ക്ഷമിച്ചു കൊടുക്കാൻ നിങ്ങളെ ഫോഴ്സ് ചെയ്യരുത്. നിങ്ങളെക്കൊണ്ട് ഇപ്പോൾ അവർക്ക് ക്ഷമിച്ചു കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഫോഴ്സ് ചെയ്യണ്ട. പകരം എനിക്കിപ്പം ക്ഷമിച്ചു കൊടുക്കാൻ ഞാൻ റെഡിയല്ല, പക്ഷെ ഒരു ദിവസം ഞാൻ ക്ഷമിച്ചു കൊടുക്കും എന്ന് ഡിസൈഡ് ചെയ്യുക. ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് വെരി പവർഫുൾ. കാരണം ഈ വെറുപ്പ് നമ്മൾ പെർമനൻ്റ് ആയിട്ട് സെറ്റിലാക്കാതെ ഹീലിങ്ങിന് വേണ്ടി നമ്മൾ ടൈം കൊടുക്കുന്നുണ്ട് എന്നാണ് അതിനർത്ഥം. രണ്ടാമത്, നമ്മുടെ ബോഡിയിലെ ഹേർട്ട് നോട്ടീസ് ചെയ്യുക. ആ ആളെ കാണുമ്പോൾ ബോഡി എവിടെയാണ് ടൈറ്റ് ആവുന്നത്? ചെസ്റ്റാണോ, ത്രോട്ടാണോ, സ്റ്റൊമക്കാണോ, ഷോൾഡറാണോ? അവിടെ കൈ വെച്ച് പറയാൻ, എനിക്ക് പെയിൻ ഉണ്ട്, ഞാനത് കാണുന്നുണ്ട്, പക്ഷെ ഞാൻ എന്നെ ഇനി ഫോഴ്സ് ചെയ്യില്ല. ആ ഒരു സിമ്പിൾ അക്നോളജ്മെൻറ്റ് പോലും നമ്മുടെ നെർവസ് സിസ്റ്റത്തിന് സേഫ്റ്റി ഫീൽ ചെയ്യിപ്പിക്കും. നമ്മുടെ ഉള്ളിൽ നിന്നൊരു സേഫ്റ്റി ഫീൽ നമുക്ക് കൊണ്ടുതരും. പിന്നെ നമ്മുടെ ദേഷ്യത്തിനെ നമ്മൾ ജഡ്ജ് ചെയ്യാതിരിക്കുക. ദാറ്റ് ഈസ് ദ തേർഡ് സ്റ്റെപ്പ്. നമുക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ മോശമാണ് എന്നല്ല. നമ്മൾ
നമ്മുടെ ദേഷ്യം പലപ്പോഴും നമ്മുടെ ബൗണ്ടറി വയലേറ്റ് ആയതിൻ്റെ സിഗ്നലാണ്. നമ്മൾ അഡ്മിറ്റ് ചെയ്യുക, എനിക്ക് ദേഷ്യമുണ്ട് കാരണം എനിക്ക് ഹേർട്ട് ആയതുകൊണ്ട്, എനിക്ക് പേടിയുണ്ട് ഇതേപോലത്തെ ഹേർട്ട് ഇനി വീണ്ടും വീണ്ടും വരുമോ എന്നുള്ളത്, അല്ലെങ്കിൽ എനിക്ക് സങ്കടമുണ്ട് കാരണം അവരിൽ നിന്ന് ഞാൻ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള കാര്യമാണെന്ന് എക്സ്പെക്റ്റ് ചെയ്തിരുന്നത്. കാരണം നമ്മുടെ ഇമോഷൻസിന് പേര് കൊടുക്കുമ്പോഴാണ് നമ്മളെ ഇമോഷൻ നമ്മൾ കയറി കൺട്രോൾ ചെയ്യുന്നത് കുറയുക. നാലാമത് നമുക്ക് ചെയ്യാൻ പറ്റിയത്, നമ്മൾക്ക് അൺഅവോയ്ഡബിൾ റിലേഷൻഷിപ്പാണ് അവരുമായിട്ടുള്ളതെങ്കിൽ ഒരു സേഫ് ഡിസ്റ്റൻസ് വെക്കുക എന്നുള്ളതാണ്. അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ആളാണെങ്കിൽ പോലും നമ്മുടെ ഇമോഷണൽ ആക്സസ് മുഴുവനായിട്ട് നമ്മൾ അവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഫാമിലി ഫംഗ്ഷനിലായിരിക്കും ചിലപ്പോൾ അവരെ കാണേണ്ടി വരിക, ചിലപ്പോൾ ഒരേ വീട്ടിൽ നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. പക്ഷേ നിങ്ങളുടെ ഹാർട്ടിൻ്റെ കീ അവർക്ക് ഫുൾ കൊടുക്കേണ്ടില്ല. നിങ്ങൾക്ക് പൊളൈറ്റായിട്ട് അവരോട് ഡീൽ ചെയ്യാം, നിങ്ങൾക്ക് ബേസിക് റെസ്പെക്റ്റ് അവർക്ക് കൊടുക്കാം. പക്ഷേ നിങ്ങളുടെ ഡീപ്പ് ഇമോഷണൽ ഷെയറിങ് അത് കുറയ്ക്കാം. നിങ്ങളുടെ ഡ്രീംസ്, നിങ്ങളുടെ വീക്ക്നെസ്, നിങ്ങളുടെ വൾനറബിലിറ്റി അത് അവരോട് ഷെയർ ചെയ്യേണ്ടതില്ല. അതൊരിക്കലും നിങ്ങൾ അവരെ ഇഷ്ടമില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ അവരെ റെസ്പെക്റ്റ് ചെയ്യാത്തത് കൊണ്ടല്ല. ഇറ്റ് ഈസ് വിസ്ഡം. അഞ്ചാമത് ചെയ്യാൻ പറ്റിയ കാര്യം, നിങ്ങളുടെ അടിപൊളി ഫ്യൂച്ചർ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമുക്ക് എല്ലാ ദിവസവും 2 ചോയ്സസ് ഉണ്ട്. ഒന്നെങ്കിൽ നമുക്ക് പഴയ പഴയ കാര്യങ്ങൾ ഓർത്ത് ആ ട്രോമയിൽ നമുക്ക് ജീവിച്ചുകൊണ്ടേയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ സ്ലോലി നിൻ്റെ ബ്യൂട്ടിഫുൾ ഫ്യൂച്ചർ ബിൽഡ് ചെയ്യാം. അത് പാസ്റ്റുമായിട്ട് തീരെ ഇറെലവൻ്റ് ആക്കുന്ന രീതിയിലുള്ള ഒരു അമേസിങ് ഫ്യൂച്ചർ. കാരണം നമ്മൾ പാസ്റ്റിൽ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാസ്റ്റ് ബിഗർ ആൻഡ് ബിഗറായി വരും. നമ്മുടെ ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മുടെ എനർജി ഫുള്ള് കൊടുക്കണമെങ്കിൽ പാസ്റ്റ് ചുരുങ്ങിപ്പോവും. അങ്ങനെ ഒരു ദിവസം നിങ്ങൾക്ക് തോന്നും, എനിക്ക് ഇവരെ വെറുക്കാൻ പോലും എനർജി വേസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല, എൻ്റെ ഫ്യൂച്ചർ ബിൽഡ് ചെയ്യുന്നതിലാണ് എൻ്റെ ഫുൾ ഫോക്കസ്. സോ ദാറ്റ് ഡേ മൈ ഡിയർ മദേഴ്സ്, യു ഹാവ് ഇവോൾവ്ഡ്. അപ്പോൾ നിങ്ങൾക്ക് ഡീപ്പ് ഇമോഷണൽ ഹേർട്ട് തന്ന ആൾക്കാർ നിങ്ങൾക്ക് ക്ഷമിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളെ ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരിക്കലും നിങ്ങളുടെ ലൈഫ് ഈ ഒരു ഇൻസിഡൻറ്റോട് സ്റ്റോപ്പായി പോകാൻ പാടില്ല. അവർ നിങ്ങളെ ഹേർട്ട് ചെയ്തു, പക്ഷേ അതാണ് എൻ്റെ ഡെസ്റ്റിനി എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നില്ല. അവർ നിങ്ങളെ സമാധാനം എടുത്തു കഴിഞ്ഞു എന്ന് വെച്ച് നിങ്ങളുടെ ഫ്യൂച്ചറും കൂടി അവരുടെ കയ്യിലേക്ക് എടുത്തു കൊടുക്കേണ്ടില്ല. നിങ്ങളുടെ പാസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങളുടെ ലൈഫ് ആവുന്ന ബുക്കിലൊരു ചാപ്റ്റർ ആയിരിക്കും, അല്ലാതെ നിങ്ങളുടെ ഫുൾ ബുക്കാവാൻ പാടില്ല. ഏറ്റവും സ്വീറ്റസ്റ്റ് റിവെഞ്ച് എന്താണെന്നറിയോ? നമ്മളെ ഡീപ്പ് ഇമോഷണൽ ഹേർട്ട് തന്നിട്ടുള്ള ആൾക്കാരോടുള്ള നമ്മുടെ സ്വീറ്റസ്റ്റ് റിവെഞ്ച് എന്താണെന്നറിയോ? അവരോട് പോയിട്ട് ഫൈറ്റ് ചെയ്യുകയും നിങ്ങൾ അടിപൊളിയാണെന്ന് അവരോട് പ്രൂവ് ചെയ്യുകയും അവരെ പണിഷ് ചെയ്യുകയും ചെയ്യുന്നതല്ല. നിങ്ങളുടെ സ്വീറ്റസ്റ്റ് റിവെഞ്ച് എപ്പോഴും നിങ്ങളുടെ സക്സസ് ആയിരിക്കും. നിങ്ങളുടെ സമാധാനം, നിങ്ങളുടെ ഗ്ലോ, നിങ്ങളുടെ ഇമോഷണൽ ഇൻഡിപെൻഡൻസ്, നിങ്ങളുടെ ബ്യൂട്ടിഫുൾ ഫ്യൂച്ചർ, അതായിരിക്കും നിങ്ങളുടെ സ്വീറ്റസ്റ്റ് റിവെഞ്ച്. പിന്നീട് നിങ്ങളുടെ ലൈഫ് നോക്കി നിങ്ങൾ തന്നെ പറയും, ഈ ഒരു പെയിൻ എന്നെ നശിപ്പിക്കുകയല്ല ചെയ്തത്, ഈ ഒരു പെയിനാണ് എന്നെ ഇപ്പോഴത്തെ ഈ ഒരു വേർഷനിലേക്ക് എന്നെ ബിൽഡ് ചെയ്തത്. ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ഹീലിംഗ്, ഇമോഷണൽ ഇൻഡിപെൻഡൻസ്, സെൽഫ് വർത്ത് ടോപ്പിക്സ് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. എപ്പോഴും ഓർക്കുക, നിങ്ങൾക്കിപ്പോൾ ക്ഷമിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ അത് കംപ്ലീറ്റ്ലി ഓക്കെയാണ്. പക്ഷേ നിങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ വെറുപ്പായിരിക്കരുത്. നിങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എപ്പോഴും നിങ്ങളുടെ സമാധാനമായിരിക്കണം. ഈ ഹേർട്ടിൽ നിന്ന് തന്നെ നിങ്ങൾ സ്ലോലി റൈസ് ചെയ്യാം. നിങ്ങളുടെ ബ്യൂട്ടിഫുൾ ഫ്യൂച്ചർ നിങ്ങൾ ബിൽഡ് ചെയ്തെടുക്കാം. വെൻ ദ മദർ ഹീൽസ്, ദ ഹോം ഹീൽസ്. So I'm conducting a free workshop for mothers like you. If you would love to become part of my free workshops, comment W below and I'll provide the registration link with you.